ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. തീർച്ചയായും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഗ്നറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. വിനാഗിരി 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്തൊരു പാന് വെച്ച് ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വേറെ വേവിക്കുന്നില്ല. അപ്പോൾ ഇതേ ഫ്രൈ ചെയ്യുന്ന അതേ ഇതിൽ തന്നെ നമ്മുടെ ചിക്കന് വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അടിവശം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവനും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിന്ന് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കന് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളെടുക്കുക. ബൗളെടുത്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പൗഡർ ആ ബൗളിലിട്ട് കൊടുക്കുക. ബൗളിലിട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂട്ടിയതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടക്കെട്ടാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. കാരണം നമുക്കിത് ലാസ്റ്റ് നമ്മുടെ കറിയിലോട്ട് ചേർക്കാനുള്ളതാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പം ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനും നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഞാൻ മീഡിയം സൈസിലുള്ള 4 പച്ചമുളക് നടുവേ പിളർന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 തക്കാളിയും അതുപോലെ തന്നെ 4 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുക. തക്കാളി നല്ല പോലെ വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗരം മസാല 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇനി ഫുൾ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവും. അപ്പം നമ്മുടെ മസാല നല്ല പോലെ ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മസാലയുടെ നിറമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം. അങ്ങ് കുത്തി ഇളക്കാൻ പാടില്ല. ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം നിങ്ങളൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ കടായി ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ഒന്ന് ഇടയ്ക്ക് നോക്കണം, കാരണം ഇതിൻ്റെ അടിക്ക് പിടിക്കാതെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ പൊടിയെടുത്ത് ഇതുപോലെ കലക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരല്പം ജീരകം, 2 ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകവും വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത കോൺഫ്ലോർ കൂട്ട് നല്ലപോലെ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ടാക്കി എടുത്ത മല്ലിയില ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാം.
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ല, നമ്മുടെ കടായി ചിക്കന് അങ്ങനെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.